നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. എന്ത് കാര്യങ്ങളും പറയാം, ഗുണദോഷങ്ങളടക്കം എന്തും ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ് റാപ്പിഡ് ഫെയർ. അപ്പോൾ നമ്മൾ ഈ കാറൊക്കെ വാങ്ങുന്നത് നമ്മുടെ ഫാമിലിക്ക് കംഫർട്ടബിളായിട്ട് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനാണല്ലോ. യാത്രകളിൽ മാത്രമല്ല, എല്ലാ സമയത്തും കുടുംബം ഇങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഫാമിലി വളരെ സേഫ് ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോകാറുണ്ട്. അതിൻ്റെ ഗുണം നമ്മൾ തിരിച്ചറിയുന്നത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ്. അതുവരെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള ഫീലാണ് നമുക്കുള്ളത്. എൻ്റെ ഫാമിലി സേഫ് ആണെന്ന് വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പറഞ്ഞു വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസുകളെ പറ്റിയാണ്. പല ഫാമിലിയും ഇതില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ മാസം 400 അല്ലെങ്കിൽ 500 രൂപ പോലെയുള്ള ചെറിയ തുകയിലൊക്കെ ഹെൽത്ത് പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അസുഖം വന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. മുന്നോടിയായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളുടെ ഹെൽത്ത് പ്ലാനുകൾ നോക്കി നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാൻ തിരഞ്ഞെടുക്കാം. അതും 25% വരെ ഡിസ്കൗണ്ടിൽ 1 കോടി രൂപ വരെയൊക്കെ കവറേജുള്ള പ്ലാനുകൾ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും BP, ഡയബറ്റിസ്, തൈറോയിഡ്, ആസ്മ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് 1ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി പ്രവാസികൾക്ക് പുറം നാട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും 35% വരെ ചിലവ് കുറവിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കാനുള്ള അവസരവുമുണ്ട്. ഇനി എന്തെങ്കിലും അസുഖം വന്ന് ക്ലെയിം വേണമെങ്കിൽ നിങ്ങൾ പോളിസി എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. നിങ്ങൾ കാർ വാങ്ങുമ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം റോഡിൽ ഇറക്കാറില്ലല്ലോ. കാരണം വാഹനത്തിൻ്റെ പാർട്സിന് അത്രയും വിലയാണ്. പക്ഷേ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും സമ്പാദ്യത്തിനും അതിനേക്കാൾ വിലയുണ്ടെന്ന് അറിയാമെങ്കിലും പലരും അത് സംരക്ഷിക്കാൻ ബേസിക്കായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലും എടുത്തു വയ്ക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ഭാവിയിൽ ചിലപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമ്പനിയിലുള്ള ലിങ്കിൽ പോയി നല്ലൊരു കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം കാണുന്നൊരു ബൊലേറോ ഉടമയാണ്. നമസ്കാരം. പേര് ജോമോൻ. എന്ത് ചെയ്യുന്നു ജോമോൻ? ഞാനൊരു കർഷകന്റെ പരിപാടിയായിട്ട് അങ്കമാലി അടുത്ത് തുറവൂര. ശരി. അപ്പോൾ കർഷകന്റെ ഉടമയാണെങ്കിൽ ഇതിൽ കൂടുതൽ വണ്ടികൾ കാണണമല്ലോ. ആ വണ്ടി ഉണ്ട്, വേറെ ഉണ്ട്. ഞാൻ കൂടുതലും ഈ വണ്ടി ഉപയോഗിക്കാറുള്ളൂ. ആണോ? ഏതൊക്കെയാ ഉള്ളത്? എനിക്ക് പിന്നെ ഇന്നോവയാണ് ഉള്ളത്. ആദ്യൊരു സ്കോർപ്പിയോ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തിരുന്നു. പിന്നെ ഇപ്പം ഇതാണ് 18-19 വർഷമായി. ശരി, 19 വർഷമായി. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടോമാറ്റിക് അല്ലാത്തൊരു വണ്ടി, പിന്നെ കുറച്ചൊരു ഒരു റഗഡ് വണ്ടിയല്ലേ. ഇതങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ എന്താ? ഇത് ഒരു പോസിറ്റീവ് എനർജി ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ കിട്ടാറുണ്ട്. പിന്നെ ഇപ്പൊ ഇന്നോവ കൊണ്ട് നമ്മുടെ എറണാകുളം വരുമ്പോ 1500 ചിലവായാലും ഇത് 500 ഇതിന് മതി. ആവശ്യമായിട്ട് പോയി വരാം. അതിലുപരി എന്ത് കാര്യത്തിന് പോയാലും റിസൾട്ട് ആക്കിയിട്ട് വരാവുന്ന ഒരു വണ്ടിയായിട്ടാണ് കണ്ടായിരുന്നത്. ഇതുവരെ അപകടം ഉണ്ടായിട്ടില്ല 19 വർഷമായിട്ട്. 19 വർഷമായിട്ട് അന്ന് പുതിയ ഒരു കേസ് അന്ന് പുതിയത് വാങ്ങിച്ചാ. ഇന്ന് വരെ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് ഒരു തട്ടുമുട്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതുവരെ. ശരി. പിന്നെ എനിക്ക് തോന്നുന്നു ക്രഷറിലൊക്കെ കയറി പോകണമെങ്കിലും ഏത് മലവഴിക്കും കയറി പോക്കോളും. അപ്പൊ ഇത് വാങ്ങിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലുമൊക്കെ വണ്ടി നോക്കിയിട്ടാണ് ഇത് വാങ്ങിച്ചത്? അതോ ഇത് മതി എന്നങ്ങ് തീരുമാനിച്ചു? റഫ്യൂസിന് ഉപയോഗിക്കാവുന്ന രീതിയിലും എന്നാൽ അത്യാവശ്യം നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു വണ്ടിയായിട്ട് എടുത്തുന്നുള്ളൂ. പിന്നെ പല നേതാക്കന്മാരും പിന്നെ പോലീസ് ഓഫീസേഴ്സും ചോദിച്ചപ്പോൾ അഭിപ്രായം പറഞ്ഞു, നീ ഒരു ബൊലേറോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ വണ്ടി ഇതായിട്ടാണ് നമ്മൾ ബൊലേറോ എന്നുള്ള രീതിയിലാണ് ഇതെടുത്തത്. എത്ര ഓടിക്കാണ് ഇപ്പൊ ഇത്രയും വർഷം കൊണ്ട്? ഒരു 3 ലക്ഷം കിലോമീറ്റർ. 3 ലക്ഷം കിലോമീറ്റർ. എത്ര സർവീസിനൊക്കെ എന്ത് കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിന്? എല്ലാവരും കമ്പനി സർവീസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ലോക്കൽ വർക്ക്ഷോപ്പുകളിലൊക്കെ കൊണ്ട് ചെയ്യും. ഇപ്പൊ 10,000 മാറണം എന്നുള്ളത് ഞാൻ 20,000 നമ്മൾ മാറാറുള്ളൂ. ഇന്നൊരു കംപ്ലൈന്റ് എഞ്ചിൻ പണി ഒന്നും വന്നിട്ടില്ല. ശരി. സ്പെയർ പാർട്സ് ഒക്കെ മാറ്റേണ്ടി വരാറുണ്ടോ? എല്ലാ കാലത്തും എന്റെ ഓർമ്മയിൽ തന്നെ അങ്ങനെ വലിയ സ്പെയർ പാർട്സ് മാറിയതല്ല. ടയർ മാറിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 10-50,000 കിലോമീറ്റർ കഴിഞ്ഞ ടയർ മാറ്റി കളയാറുണ്ട്. ശരി. അപ്പൊ ഈ കുടുംബസമേതം പോകുമ്പോഴും ഇതാണോ അതോ ഇന്നോവയിലേക്ക്? അല്ല, ഇന്നോവയില് കുടുംബസമേതം കുറെ നാള് ഇന്നോവ എടുത്തിട്ട് ഇപ്പൊ അധികം നാളായിട്ടില്ല. എനിക്ക് സ്കോർപ്പിയോ ബൊലേറോ ആയിരുന്നു. 5 വർഷമായിട്ടുണ്ട്. അപ്പൊ വൈഫിന് പൊക്കത്തിരിക്കാനായിട്ട് ഇതാണ് നല്ലതെന്ന് പറയപ്പെടും. ശരി. പക്ഷെ എങ്കിൽ ഈ പ്രായമായി വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഈ മാനുവലൊക്കെ ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ? എനിക്ക് ഇത് ഓടിക്കുമ്പോൾ ഒരു പവറുള്ള പോലെ തോന്നണുള്ളൂ. ഞാൻ ഇപ്പൊ ഇലക്ട്രിക് കാറും മറ്റുള്ള വണ്ടികളിലൊക്കെ വലിയ ആഡംബര വണ്ടിയിലൊക്കെ പോകാറുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നടുവേന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇതാ വലിയ കുഴപ്പം വരാറില്ല. ശരി. അപ്പൊ ഇതിന്റെ ബാക്കിലിരുന്ന് ഫാമിലിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഈ വണ്ടിയുടെ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രളയ സമയം ഉണ്ടായിരുന്നു. 2018 2018 ഞാൻ കളമശ്ശേരിയിൽ പിള്ളേരെ പഠിത്തമായിട്ട് ഞാൻ കളമശ്ശേരിയിലായിരുന്നു 2-3 വർഷം. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഫാമിലി അവർ വരാപ്പുഴയിൽ വന്നിട്ട് വെള്ളത്തിൽ വലിയ വിഷയമായിട്ട് വഞ്ചിയിലാണ് അവരെ കയറ്റി കൊണ്ടിരുന്നത്. അപ്പോൾ എന്നോടൊന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വണ്ടിയാണ് സേഫായിട്ട് തോന്നിയിട്ട് ഞാൻ ഇതുകൊണ്ട് പോവാണ്.
അപ്പോൾ വല്ലാർപാടത്ത് ഇങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്ത് റിബൺ വലിച്ച് കെട്ടിയേക്കാണ്. പോലീസുകാർ തടുക്കാണ്, പോവില്ല. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇത്രയും വെള്ളത്തിന്റെ മിതികടമാണ് പോകാനായിട്ട്, റോഡ് കാണാൻ പറ്റില്ല. ലോറിയാണ്ട് പോയപ്പോൾ അതിന് പിന്നാലെ പോകാനായിട്ട് വിട്ടു. അപ്പോൾ പോലീസുകാരൻ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന്, എൻ്റെ ഫാമിലി മൊത്തം അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. 16 പേരുണ്ടായിരുന്നു ആ വണ്ടിയിൽ. 16 പേര് ഈ വണ്ടി കയറ്റിയിട്ട് തിരിച്ച് വന്നൊരു വരവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉള്ളിൽ പേടിയുണ്ട്. ഒഴുക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് പോണ മാതിരിയായിരുന്നു. പക്ഷെ എന്നാലും ഒരു 150 മീറ്റർ ലെങ്ത്തിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കവർ ചെയ്ത് ഇവരാണ്ട് സേഫായിട്ട് ഇവരെത്തിച്ച് 4 ദിവസം നമ്മുടെ ഫ്ലാറ്റിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നും അവരെ ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന്. വെള്ളം ഇങ്ങനെ ഈ കവർ ചെയ്ത് ഈ സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നത് ഭയങ്കര സാഹസികമായിട്ടാണ് അവർ കൊണ്ടുവന്നാക്കിയത്. അതുകൊണ്ടൊക്കെ ഒത്തിരി പോസിറ്റീവായിട്ട് ഒരു വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ കൊടുക്കാണ്ടിരുന്നത്. എങ്കിലും ഇത്രയും കാലമൊക്കെ ഇങ്ങനെ ഓടിച്ചിരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഇപ്പൊ തോന്നുന്നുണ്ടോ? ഒരു പോരായ്മ തോന്നുന്നു. പിന്നെ എല്ലാ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എയർപോർട്ട് അടുത്തായതുകൊണ്ടേ പല നേതാക്കന്മാരൊക്കെ വരുമ്പോ ഇപ്പൊ ഉദാഹരണം നമ്മുടെ സുധാൻ സാറുണ്ടല്ലോ, കെ സുധാൻ സാറ്, അങ്ങേര് വരുമ്പോൾ ഒരു 10-25 പ്രാവശ്യം ഈ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്ത് ഞാൻ അത് അകലല്ല, ഒന്നിൽ പുള്ളിനെ റെയിൽവേ സ്റ്റേഷനിൽ ആരും കൊണ്ടുവന്നാക്കും, അതല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്നാക്കും. അപ്പൊ വേറെ ആഡംബര വണ്ടികൾ പലതുണ്ടെങ്കിലും ഈ വണ്ടി വിളിക്കുള്ളായിരുന്നു. അപ്പൊ അങ്ങേരോട് ഞാൻ പറയും, സാറെന്ത് ഈ വണ്ടി വിളിക്കാം? അത് കുഴപ്പമില്ലടാ, ഈ വണ്ടി മതി. അങ്ങനെ സേഫ്റ്റി ഫീൽ ഭയങ്കരമായിട്ടുണ്ടല്ലേ. പിന്നെ നമ്മുടെ അവിടെ അങ്കമാലി മുൻ മന്ത്രി ജോസ്തെറ്റില് സാറ് ഇതേപോലെ ഇടയ്ക്ക് തന്നെ വിളിക്കും, വേറെ ജോമനെ നീ ഒന്ന് വരാമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇനോവ എടുക്കണോ? വേണ്ട, നിന്റെ ജംബോ ജെറ്റ് മതി. ഇതിന്റെ പേരിട്ടത് ജംബോ ജെറ്റ് അങ്ങേര്. ഞങ്ങളിങ്ങനെ പോവും. അതൊരു രസകരമായിട്ടുള്ള യാത്രയാണ് ഈ വണ്ടിയിൽ പോകുമ്പോ. പുള്ളിക്ക് ഇനോവ ഉണ്ടല്ല, ഇതുകൊണ്ട് ഈ മലവഴിക്ക് കയറി തന്നെ കൂടുതലും ഉപയോഗിക്കണത്. എനിക്ക് തോന്നുന്നു ഈ ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് കുറവ് ഇതായിരിക്കും. പോലീസും ഒക്കെ ഇത് തന്നെ അല്ലേ? പോലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്കമാലി ഇതേപോലെ തന്നെ ഒരു 3-4 വർഷം മുമ്പേ കൊടും ക്രിമിനലായിട്ട് ഒരുത്തിനെ പിടിക്കാനായിട്ട് പോലീസ് വണ്ടിയുണ്ട്. നേരെ അവര് നമ്മുടെ ജംഗ്ഷൻ തുറവൂർ എന്ന് പറയും, തുറവൂർ ജംഗ്ഷൻ വന്നപ്പോ അതിൽപ്പെട്ട ഒരു പോലീസ് ഓഫീസർ പറയുന്നത്, ജോമന്റെ അടുത്ത് പോയ വണ്ടി ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് പോകുന്ന പറയാണ്. പോലീസ് വണ്ടി നമ്മുടെ വീട്ടിലിട്ടിട്ട് CI പറഞ്ഞു അന്ന് ഈ വണ്ടി പോകുന്ന പറഞ്ഞാൽ അവർ 5-6 ഉദ്യോഗസ്ഥർ ഈ വണ്ടി പോയി. അപ്പൊ ഇത് പ്രൈവറ്റ് വണ്ടി ആയിട്ടുള്ള അങ്ങനെ അവിടെ ചെന്ന് പ്രൈവറ്റ് വണ്ടി പോലെ ചെന്നിട്ട് ഇവനെ വിലങ്ങ് വെച്ച് വണ്ടി കയറ്റി. വിലങ്ങ് വെച്ച് വണ്ടി കയറ്റി നമ്മുടെ വീട്ടിലേക്ക് ഈ വണ്ടി കൊണ്ട് വന്നപ്പോ വിലങ്ങ് വെച്ച് കയറ്റി നേരെ പോലീസ് വണ്ടിയിൽ കയറ്റി അവരെ കൊണ്ടുപോയി. അത് വലിയൊരു സംഭവമായി പോയി. പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞു, ഇനി ആ വിലങ്ങ് വെച്ചവൻ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ വലിയ വിഷയം ഉണ്ടാവും. ഒന്നുമില്ലെന്ന്. 5-8 വർഷം മുമ്പാട്ടാ ഉണ്ടായില്ല. അതുപോലെ ഇത് ഓടിച്ച് ചെല്ലുമ്പോഴത്തേക്ക് പോലീസാന്ന് വിചാരിച്ച ആൾക്കാർ അത് വലിയൊരു സംഭവം. 2 ഇതുണ്ട്. പോലീസാന്ന് വെച്ചിട്ട് തടുക്കൂല, തടുത്തു കഴിഞ്ഞാൽ ഡോർ വന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കും. അതെ, ഓരോരോ പല പർപ്പത്തിനും കൊണ്ടുപോകുന്ന ആൾക്കാരുടെ പോയി. നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്. എന്നാൽ ഇത്രയും എന്താ പറയുക, ഒരു പോരായ്മ ഞാൻ തിരിച്ചും പറഞ്ഞു ചോദിച്ചിട്ട് പോലും ഒരു നെഗറ്റീവും പറയുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാന്ന് തോന്നുന്നു. ഇവിടെ എറണാകുളത്ത് തന്നെ GCD ചെയർമാൻ ചന്ദ്രൻ സാറിലെ ഒത്തിരി പ്രാവശ്യം വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. അദ്ദേഹത്തിന് ഇപ്പൊ ഇന്നോവ എല്ലാ വണ്ടികളും ഉണ്ടല്ലോ, ഇവിടുത്തെ ചെയർമാന്റെ വണ്ടി അറിയാല. എന്നാൽ പോലും ഈ വണ്ടിയോട് പ്രത്യേകതയുണ്ട്. ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീഷ് സാർ പിന്നെ ചോദിച്ചറിയാം, ഈ വണ്ടി എല്ലാവർക്കും നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിട്ടില്ല. നമ്മളിതുകൊണ്ട് കൂടുതൽ നടക്കാറ്. അപ്പോൾ രാഷ്ട്രീയത്തിലുണ്ടോ? രാഷ്ട്രീയമില്ല, നമുക്ക് രാഷ്ട്രീയമില്ല. എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ് നേതാക്കൾ, CPM, BJP. സത്യം പേര് സാറ് പുള്ളി ചിലപ്പോ KSRTC ബസ്സിന് വരും, അങ്കമാലി വരുമ്പോ എന്നെ വിളിക്കും. വണ്ടിയിലാണ് ഞാൻ നടത്തിക്കുന്നെ. അങ്ങനെ നമുക്കൊരു പാർട്ടിയില്ല. അപ്പൊ എന്താണ് ഉദ്ദേശം? 3 ലക്ഷം കിലോമീറ്ററായി. ഇത് എത്ര കാലം കൊടുക്കുന്നില്ല? അത് കാരണം കഴിഞ്ഞ് എന്റെ കാലശേഷമായാലും പിള്ളേരോട് ഞാൻ പറയുന്നത് കൊടുക്കണ്ട, മെയിൻറ്റെയിൻ ചെയ്തിട്ടോട്ടെ. ഇപ്പൊ എന്റെ ഫാദറിന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, 35 വർഷമായിട്ട് മാരുതിവാനായിരുന്നു. ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. തറവാട്ടിലായിരുന്നപ്പോ അനിയൻ കഴിഞ്ഞ മാസം അത് കൊടുത്തുപോയി. എന്നോട് എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ കിടക്കട്ടെ അവനോട് പറയുമ്പോ അവനെന്തോ കൊടുത്തതിന് ശേഷം പിന്നെ വിളിക്കുന്നത് അത് കൊടുക്കണ്ടായിരുന്നു. 35 വർഷമായിട്ടുള്ള വണ്ടിയാ, ഒരു KCF 1575 വണ്ടി. നമുക്ക് ഒത്തിരി കഥ പറയാനുള്ള വണ്ടി അത്. അതേപോലെ തന്നെ ഇത് എടുത്തവനും കുറെ കഥ ഇതിനോട് പറയാനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കാണ്ട് പ്രളയമൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തിയതാണല്ലോ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സ്കോർപ്പിയോ ഉണ്ടായ സമയത്ത് ഇൻഷുറൻസ് ഏജന്റ് 2 വണ്ടിക്കും ഇൻഷുറൻസ് പുള്ളി അവർ ലേഡിയാണ് എടുക്കാറ്. എങ്ങനെയാ അബദ്ധത്തില്
ഈ വണ്ടിയുടെ ഇൻഷുറൻസ് അല്ല എടുത്തിരുന്നത്, മറ്റേ വണ്ടിയുടെ 2 ഇൻഷുറൻസ്. അപ്പം നമ്മളാണ് കൂടുതൽ ഇതിന് ഇൻഷുറൻസ് ഉണ്ടെന്നാണ്. ഞാനിത് കൊണ്ട് പലയിടത്തും പോയി 1 വർഷം ഇൻഷുറൻസിലാണ്ട് ഓടി വണ്ടി. അയ്യോ ശരി. പാലക്കാട് സൈഡ് ഒറ്റപ്പാലം ഭാഗത്ത് വെച്ച് ഞാൻ അർജൻറ്റായിട്ട് ഒരു പണിക്കാരനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് പോണ വഴിക്ക് റോഡ് ക്രോസ് ചെയ്തൊരു പെൺകുട്ടി ബസ്സിൽ കയറാനായിട്ട് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തതാണ്. ഒരു ചവിട്ടിയിട്ട് വണ്ടി നിരങ്ങി ചെന്ന് ആള് വീണു. വീണിട്ട് ഞാൻ പെട്ടെന്ന് നമ്മൾ തന്നെ പോയിച്ചു, വേഗം വണ്ടി ഓഫ് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോയി. കൊച്ചു ബോധം പോയി കിടക്കാണ്. അപ്പോൾ അതിൻ്റെ വയറുമ്മ ഈ ടയർ കയറാവുന്ന രീതിയിലേക്ക് നിൽക്കാണ്. സംഭവിച്ചില്ല. വേഗം ഓട്ടോ സ്റ്റാൻഡായിരുന്നു മുമ്പിൽ. ഓട്ടോക്കാരൊക്കെ കയറി കൊച്ചിനെ വേഗം കയറ്റി ഒരു ഹോസ്പിറ്റലുണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത്. ആ വണ്ടിയിൽ ഞാനും കയറിപ്പോയി. ഇടയ്ക്ക് വെച്ച് കൊച്ചു ബോധം തെളിഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയാണ്. വലിയ അതിശയമായി. അവിടെ ചെന്നപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേനും 10-20 പേര് ഹോസ്പിറ്റലിലേക്ക് വന്നു. കൊച്ചിൻ്റെ വീട്ടുകാർ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. കൊച്ചിൻ്റെ മനസ്സംഭവമാണ് 2 ആഴ്ച കഴിയുമ്പോൾ. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരോ നിങ്ങളെ ദൈവം കാക്കും, കാരണം നമ്മുടെ മോളെ രക്ഷപ്പെടുത്തില്ല. അവർ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ജംഗ്ഷനിലെ. കൊച്ചിങ്ങനെ ക്രോസ് ചെയ്ത് വന്നത് നമ്മുടെ കുഴപ്പമില്ല, ദൈവാധീനം കൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇൻഷുറൻസ് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇൻഷുറൻസ് ഇതിനില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് എന്തിനും സംഭവിച്ചിരുന്നെങ്കിൽ. അപ്പം അങ്ങനെ ഒത്തിരി ബ്രേക്കിങ്ങും പക്കയാണ്. ബ്രേക്കിങ്ങും ആ സമയത്ത് ഒരു കുഴപ്പമുണ്ടായില്ല. നമ്മുടെ ഇടയ്ക്ക് ഉറങ്ങി തൂങ്ങിയൊക്കെ പറഞ്ഞു, എന്നാലും കുഴപ്പമൊന്നുണ്ടായില്ല. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം അടുത്ത കാലത്ത് കണ്ട വണ്ടികൾ ശ്രദ്ധിച്ചൊരു വണ്ടി ഏതാ കൊള്ളാലോ തോന്നിയാ? ഞാൻ പല വണ്ടികളിലും ഇപ്പോൾ റേഞ്ച് റോവർ മറ്റുള്ള വലിയ വലിയ സുഹൃത്തുക്കളുടെ വണ്ടികളിലൊക്കെ പോകാറുണ്ട്. പക്ഷേ എവിടെ പോയാലും അവരെല്ലാവരും കൂടിയിട്ട് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാറുണ്ട്. ഈ റഫ് യൂസിന് പോണ സംഭവത്തിലൊക്കെ നാളെ പാലക്കാട് പോകുന്നുണ്ട്. ചിലപ്പോൾ ഈ വണ്ടിയിലാണ് പോണേ. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് എങ്ങനെ പോയാലും 15 കിലോമീറ്റർ ഗ്യാരണ്ടി എസിയിൽ. പിന്നെ നല്ല പിക്കപ്പ് ഉണ്ട്. ആ ടൈമിലുള്ള വണ്ടികൾക്ക് കൂടുതൽ നല്ലതെന്ന് പറയുന്നുണ്ട്. 2007 വണ്ടി അത്. പിന്നെ കുറച്ച് ബിൽ ക്വാളിറ്റി കുറച്ച് കാണും, വില കുറയ്ക്കാൻ വേണ്ടി. എങ്ങനെയാണോ എന്തായാലും എനിക്ക് ഭയങ്കര നല്ല വണ്ടിയായിട്ട് തന്നെ. ഇപ്പൊ ഏറ്റവും പുതിയത് കണ്ടോ? പുതിയ ഗ്രില്ലൊക്കെ മാറ്റി. അത് ഞാൻ വണ്ടി കണ്ടെങ്കിലും എനിക്ക് ആ ഒരു എന്താ പറയുക, നമുക്കൊരു സേഫ്റ്റിക്ക് ഇത് കുറേ നാൾ ഓടിച്ചോണ്ടിരുന്നോണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നു. എല്ലാ വണ്ടിയും നല്ലത് തന്നെ. അതെ. അപ്പോൾ എന്തായാലും പറഞ്ഞല്ലോ, ബൊലേറോയുടെ വളരെ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് അത് ഇത്രയും വർഷമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കുറ്റവും പറയുന്നില്ല. ഞാൻ വിചാരിച്ചത് കുറേയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ്. ഒരു മെയിൻ്റെനൻസ് ആകെ മെയിൻ്റെനൻസ് ടയർ മാത്രം. പിന്നെ എനിക്കൊരു സംഭവം ഉണ്ടായത്, ഞാൻ കോട്ടയോടെ പോയി വന്നിട്ട് രാത്രി 2:30-3 മണി നേരത്തെ ഈ വണ്ടി കൊണ്ട് മലയാറ്റിൽ ഫോറസ്റ്റ് ഏരിയയല്ല. അപ്പോൾ ആന ചിലപ്പോൾ ക്രോസിങ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ആ വഴിക്കിങ്ങനെ പോരാണ്. അപ്പോൾ ഡീസൽ ഞാൻ ഇടയ്ക്ക് അടിക്കുന്നത്, ആ പമ്പ് അടച്ചുപോയി. വേറൊരു പമ്പ് നോക്കിയപ്പോൾ ആ ടൈമിലില്ല. എന്നാൽ നാളെ നേരം എടുത്തിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ 10 കിലോമീറ്റർ കൊണ്ട് കവർ ചെയ്യണം. അവിടെ നിന്ന് നേരെ ഫോറസ്റ്റിന് വഴി കൂടെ തന്നെ വന്ന് ഒരു വീട്ടിലെത്തി കാർ പോർച്ചിലെത്തി. രാവിലെ ഞാൻ അർജൻറ്റായിട്ട് ഒരു 10 മണിയായപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡീസലില്ല. അത് കാർ പോർച്ച് വരെ എത്തിച്ചല്ലോ. പിന്നെ നമ്മൾ ക്യാനിൽ ഡീസൽ മേടിച്ചൊന്ന് ഒഴിച്ച് ഒന്ന് ഇതായപ്പോൾ സ്റ്റാർട്ടായി. അപ്പം അത് തന്നെ ദൈവാധീനം. രാത്രി 3 മണിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ ദൈവാധീനം. എല്ലാ തരത്തിലും ഭാഗ്യ വണ്ടിയാന്നുള്ള കാര്യം ഉറപ്പായി. അത് പിന്നെ സ്വന്തം കാര്യം മാത്രമല്ല, മറ്റുള്ളവരെ. പിന്നെ മറ്റുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ അച്ഛന്മാർ, സ്വാമിമാർ തൊട്ട് സിസ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ അവിടെ ഒരു നഴ്സറി ഉണ്ട് തുറവൂര്, നിർമ്മൽ നഴ്സറി എന്ന് പറയും, സിസ്റ്റേഴ്സിൻ്റെ. നന്നായിട്ട് കൊച്ചുങ്ങളൊരു സ്ഥാപനമാണ്. പിള്ളേരെ കൊച്ചു പിള്ളേരാണല്ലോ, 10-25 പിള്ളേരെ കയറ്റി കൊണ്ടുവരാനായിട്ട് മിനി ബസ് വിളിക്കണം. അപ്പോൾ സിസ്റ്റർ അവിടുത്തെ എന്നോട് പറഞ്ഞു, ജോമനെ വണ്ടി ഒന്ന് തരാൻ വന്നത്തെ ഒരു താരാന്ന് പറഞ്ഞ സിസ്റ്റർ പാട്ടുകാർ. ആ സിസ്റ്ററിൻ്റെ കെയർ ഓഫിൽ ഈ കോമ്പറ്റീഷൻ ഉള്ളതാ. സകല പിള്ളേരിനകത്ത് കയറ്റും. അപ്പം 25 പേരെ കയറുമ്പോഴത്തേ ടൈറ്റായി. കൊച്ചു പിള്ളേരെ അധികാലമല്ല, അങ്കമാലി അതിനുള്ള പോയി നന്നായിട്ട് സമ്മാനം മേടിച്ച് വരും. പിന്നെ പാർട്ടി സമ്മേളനത്തിന് കൊടി വെച്ച് കയറി പോകാനായിട്ട് നമുക്ക് കൊടുക്കാവുന്ന വേണ്ടി ഇതാണ്. ഏത് പാർട്ടിക്കാർ വെച്ച് നമ്മൾ കൊടുത്തേക്കും, എന്തിനും പറ്റുന്നൊരു അവിടെ ഇവിടെയൊക്കെ കൊടി കുത്തി പോകും. ഇപ്പൊ BJP ആയാലും CPM ആയാലും ഈ കോൺഗ്രസിന്റെ ആയാലും നമുക്ക് ഇതേ കൊണ്ടുവന്ന് പറയാൻ പറ്റിയൊരു വണ്ടി ഇതാണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ജോമൻ. അപ്പം വീണ്ടും നമ്മൾ കാണുമ്പോഴും ഇത് തന്നെയായിരിക്കും വണ്ടി എന്ന് തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു വിൻസർ EV ഉടമയാണ്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ഈ റാപ്പിഡ് ഫെയറിൽ വിൻസറുമായിട്ട് വന്ന ആൾ പറഞ്ഞിരുന്നു, ഇത് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസിൽ പലരും ചാർജ് ആകുന്നില്ലെന്ന്. ഞാനും കണ്ടു 1-2 സ്ഥലങ്ങളിൽ. എൻ്റെ കയ്യിലൊരു BE6 കുറച്ച് കാലത്തേക്ക് മഹീന്ദ്ര അത് ചാർജ് ചെയ്യാൻ വേണ്ടി 1-2 സ്ഥലത്ത് ചെന്നപ്പോൾ
വിൻസറുകാർ വന്നിട്ട് ചാർജ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഞാനും കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. നമസ്കാരം, പേര്? അവിനാഷ്. എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഇവിടെ ഒരു ബിസിനസ് ഉണ്ട്, ഡ്രൈ ക്ലീനിങ്. ഇവിടെ കടവന്ത്രയിൽ ആർക്കെ ഡ്രൈ ക്ലീനേഴ്സ്. എന്താ പേര്? ആർക്കെ ഡ്രൈ ക്ലീനേഴ്സ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഇപ്പൊ നിലവിൽ പോയിട്ട് അധികം നാളായിട്ടില്ല, സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ്. പഠിക്കാൻ പോയതാണോ അതോ ജോലി? വൈഫ് അവിടെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 years കഴിഞ്ഞിട്ട് ഞാനും അങ്ങോട്ടേക്ക് പോയി. എവിടെയാ ഓസ്ട്രേലിയയിൽ? മെൽബണിലായിരുന്നു, ഇപ്പൊ സിഡ്നിയിലേക്ക് മാറി 2-3 ആഴ്ച മുമ്പ്. അവിടെ വണ്ടി ഉണ്ടോ? അവിടെ ഉണ്ട്. ഏതാ? അവിടെ മസ്ദ 3. എങ്ങനെയുണ്ട് മസ്ത? നല്ല. എനിക്ക് പക്ഷെ ടൊയോട്ട ഹൈബ്രിഡ് ആണ് കുറച്ചുകൂടെ എനിക്ക് അവിടെ മറ്റേ ക്യാമറയുടെ ഹൈബ്രിഡ് നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ജോലി ശരിയായിട്ടൊക്കെ വേണം ഒന്ന് സെറ്റ് ആവാൻ. ഓക്കെ, മസ്ത ഓക്കെ എന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? പേഴ്സണലി എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എത്ര കാലം എടുത്തിട്ട്? ഞാൻ കഴിഞ്ഞ ഏപ്രിലിൽ എടുത്തതാ. അപ്പോൾ ബൈജാറ്റിന്റെ മറ്റേ ലോഞ്ചിന്റെ സമയത്ത് ഞാൻ ഈ വീഡിയോ കണ്ടു. അതിന്റെ റിവ്യൂ വന്നു കഴിഞ്ഞിട്ട് ഞാനത്, കാരണം അപ്പൻ ഒരു വണ്ടി നോക്കണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വേറെ 2 വണ്ടിയുണ്ട്. അതില് ഒരെണ്ണം റെനോൾഡ് ക്യാപ്ചറാണ്. ക്യാപ്ചർ. അപ്പൊ അപ്പൻ ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, കാരണം ഇത് ക്ലച്ച് ഭയങ്കര ഹാർഡാണ്. അപ്പൊ ഞാൻ അതിന്റെ റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ അപ്പനായിട്ട് സംസാരിച്ചപ്പോ പുള്ളിക്ക് അത് കൊടുക്കാൻ താല്പര്യമില്ല, അത് വേറെ കാര്യം. അപ്പൊ പക്ഷെ ഈ വീഡിയോ അയച്ചപ്പോ അപ്പനും വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എടുത്തതാണ്. ക്യാപ്ചർ വിറ്റോ? ഇല്ല, അതിപ്പോഴും അതപ്പം വീഡിയോ ചെയ്യാൻ തരണം കേട്ടോ. നമ്മൾ ക്യാപ്ചർ നമ്മൾ ഇതുവരെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ സെഗ്മെന്റിലേക്ക് നമുക്ക് ഒരു ദിവസം പലർക്കും അറിഞ്ഞുവിടുള്ളൂ ക്യാപ്ചർ. അത് ആക്ച്വലി ഫീച്ചർ വൈസ് ഭയങ്കര റിച്ച് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, എല്ലാം ആണ്. ഈ ക്ലച്ചിന്റെ ഒരു ഇഷ്യൂ അത് എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പനത് ഓടിച്ച് ശീലമായി. കാരണം അതിനു മുമ്പ് ടെറാനോ അത് ഞങ്ങള് വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അപ്പന് വേറൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ ദേശത്തൊരു യൂസ് കാർ ഷോറൂം ഉണ്ടായിരുന്നല്ലോ നേരത്തെ, മഹീന്ദ്രയുടെ എന്തൊരു, അവിടുന്ന് എടുത്തതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് EV-യിലേക്ക് പോകുന്നത്? ആദ്യമായിട്ടാണ്. അപ്പൊ അതൊരു വലിയ വ്യത്യാസമല്ലേ? കാരണം വെച്ചാൽ ഈ ഹെവി ക്ലച്ച് ഒക്കെ ഉള്ള ഒരു വണ്ടി ഓടിച്ചിട്ട് നേരെ വളരെ സ്മൂത്ത് ആയ വണ്ടിയിലേക്ക് ഇഷ്ടപ്പെട്ടോ അതോ? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. കാരണം എനിക്ക് പെട്രോൾ മാനുവൽ ആണ് താല്പര്യം. അപ്പോൾ എടുക്കാൻ കാരണം ബേസിക്കലി വണ്ടീനോട് ഭയങ്കര ഒരു, ഈ ഷേപ്പിനോട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നിയിട്ടാണ് നമ്മളത് നോക്കിയത്. പിന്നെ അപ്പനും കുറച്ച് കംഫർട്ട് ആവാമെന്നുള്ള രീതിയിൽ അപ്പനോട് നമുക്ക് പുള്ളിക്കും ഇഷ്ടപ്പെട്ടു. ബട്ട് വണ്ടി നല്ലതാണെന്ന് ചോദിച്ചാൽ അടിപൊളി വണ്ടിയാണ്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വണ്ടിയുടേതായ ഇഷ്യൂസ്, ചാർജിങ് ഇഷ്യൂസ് ഉണ്ട്. എന്താണ് ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്ന ചാർജിങ് ഇഷ്യൂ? 25 kW 30 kW ചാർജേഴ്സിലൊന്നും ഈ വണ്ടി കമ്പാറ്റബിൾ അല്ല. 50, 60, 80 ഞാൻ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഗോയിസിയുടെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അവരുടെയാണ് കൂടുതൽ. പിന്നെ സിയോൺ, പാലഘട്ടത്ത് സിയോൺ. അപ്പം വണ്ടി കിട്ടിയ സമയത്തൊക്കെ ഫസ്റ്റ് ചാർജ് അതിലായിരുന്നു ചെയ്തത്, ഹോം ചാർജ് സെറ്റ് ആവാത്തതുകൊണ്ട്. അപ്പോൾ അവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് വയനാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഗോയിസി ആണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ ബേസിക്കലി ഇതാണ് പ്രശ്നം. പിന്നെ ആകെ ഒരു പ്രശ്നം, വണ്ടി ഇട്ടിട്ട് ചായ കുടിക്കാൻ സമ്മതിക്കൂല. വണ്ടി കത്തിയിരിക്കണം. വണ്ടി ഓഫായി പോയാൽ ചാർജിങ് സ്റ്റോപ്പ് ആവും. വണ്ടി ഓഫായി പോകും. അങ്ങനെയാണല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വണ്ടിക്കകത്തിരിക്കണം. ബാക്കിയുള്ളത് വന്നിട്ട് വണ്ടി ഇട്ടോണ്ട് പോകുമ്പോൾ എനിക്ക് അസൂയ. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അതല്ലേ, വണ്ടി ചാർജ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. എനിക്ക് ഒരു സേഫ്റ്റി മെഷർ ആയിരിക്കാം ഒരു പക്ഷേ, അല്ലേ? എന്താണെന്ന് എനിക്ക് പക്ഷേ വിൻസർ ആൾക്കാർക്കുണ്ട്, ബട്ട് ZSEV അവർക്കില്ല. അവര് വണ്ടി കുത്തിയിട്ടിട്ട് ഓഫായി പോകും. അപ്പൊ ഞാൻ പോവാ, എനിക്ക് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാൻ യോഗമില്ല. അല്ല, എല്ലാ വിൻസറും അങ്ങനെയാണോ? ഞാൻ കണ്ടു 2-3 പേര് എന്നോട് പറഞ്ഞു അവർക്ക് ഈ സെയിം ഇഷ്യൂ ഉണ്ട്. അവർക്ക് ചാർജിങ്, ചിലവർക്ക് 60 kW എല്ലാ ഗോയിസിയുടെ തന്നെ 60 kW കമ്പാറ്റബിൾ അല്ലാത്ത വണ്ടിയും ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ഗോയിസിയുടെ എല്ലാത്തിലും പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ വയനാട് പോയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വയനാട് മാനന്തവാടിയിൽ തോന്നുന്നു ഇവോക്കിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ആക്ച്വലി
ഇന്റർഫേസ് വെച്ചിട്ട് യൂസർ ഫ്രണ്ട്ലി ആപ്പ് ഇവോക്കിന്റെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. വോയിസ് ആദ്യമൊക്കെ എനിക്ക് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ സമയമെടുത്തു. കാരണം ഇവിടെ പനമ്പള്ളിയിലുള്ളതും പിന്നെ വേറെ 2 സ്ഥലത്തും ഒന്ന് കുത്തി പിന്നെ അത് കട്ട് ഓഫ് ആവും. പിന്നെയാണ് അതിന്റെ ഒരു സൈക്കിൾ മനസ്സിലായി. പിന്നെ മനസ്സിലായി വണ്ടി ഓണാക്കി ഇടണം, കുത്തി ഇടണം എന്ന്. ഇവോക്കിന്റെ അങ്ങനെയല്ല, കുത്തിയിട്ട് സാധനം ചാർജ് ആവും. നമുക്ക് അവിടെ ഇവോക്കിന്റെ മാത്രം വണ്ടി ഓഫായാലും ചാർജ് ആയി പോകും. ആണോ? ഗോയിസിൽ പക്ഷെ പറ്റത്തില്ല. പക്ഷെ ഇവോക്ക് ഞാൻ അവിടെ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് ആക്ച്വലി നല്ല ചാർജിങ് സ്റ്റേഷനാണ് അവരുടെ. അത് 60 or 80 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജ് ആകാൻ 60-ലൊക്കെ? ഞാൻ കൊണ്ടിടുമ്പോൾ ഐ തിങ്ക് മാക്സ് 1 hour 20 minutes ഫുൾ ചാർജ്. ഫുൾ ചാർജ്. അതായത് ഞാൻ ഇടുന്നത് ഒരു 20% 25%-ലൊക്കെ ആണെങ്കിൽ അത് ഒരു വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഒരു 15 minutes 1 hour ഒക്കെ മതിയോ. റേഞ്ച് നോക്കിയിട്ടുണ്ടോ? റേഞ്ച് നോക്കിയിട്ടുണ്ട്. 320 ആണ് കമ്പനി പറയുന്നത്. എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വന്ന റിട്ടേൺ ട്രിപ്പിന് എനിക്ക് 321 കിട്ടി. അത് ഈ പറഞ്ഞ റീജിയനും ചോദിറങ്ങുന്നതിന്റെ റീജിയനും ഇതെല്ലാം വെച്ചിട്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആസ് യൂഷ്വൽ ഒരു ഡ്രൈവ് ചെയ്യാൻ നേരത്ത് 280 270 ആ ഒരു റേഞ്ചാണ് കിട്ടുന്നത്. ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ? ആക്ച്വലി എല്ലാം ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ലായില്ല. ഇഷ്ടമില്ലാത്ത ഒരു സാധനം എനിക്ക് ഇതിനകത്ത് വന്നത് സൗണ്ട് എക്സ്റ്റീരിയർ സൗണ്ട് നോയിസ് ഇൻസുലേഷൻ കുറവാണ്. മീൻസ് പുറത്ത് എക്സ്റ്റീരിയർ സൗണ്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എടപ്പള്ളി ഗാലക്സിയിൽ കൊണ്ടുപോയിട്ട് വണ്ടി മേടിച്ചപ്പോൾ തന്നെ സൗണ്ട് ഡാമ്പിങ് ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പം നല്ലൊരു ആണല്ലേ സൈലന്റ്. അതിന് എത്ര രൂപയായി സൗണ്ട് ഡാമ്പിങ് ചെയ്തതിന്? എനിക്ക് ഓർമ്മയില്ല, എന്നാലും സംവെയർ അറൗണ്ട് 15-20 ആയിട്ടുണ്ടാവും. അല്ല, വിൻസർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ വാഹനത്തിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സൗണ്ട് ഡാമ്പിങ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ട്. പിന്നെ എന്താണ് സർവീസ് അങ്ങനെ ഉണ്ട്? പറ്റത്തില്ല നമ്മുടെ. കാരണം ഇപ്പം ഞാൻ പേഴ്സണലി വീട്ടിൽ റെനോൾട്ട് ഉണ്ട്. നേരത്തെ എനിക്കൊരു സിവിക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹുണ്ടായി സാൻഡ്രോ ഉണ്ട് ഈ പുതിയത്. ഈ 3 ബ്രാൻഡിൻ്റെയും സർവീസ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് ഇൻ കൊച്ചി എല്ലാത്തിലും. റെനോൾട്ട് ആണെങ്കിലും സർവീസ് വൈസ് വെരി നൈസ്. ബട്ട് MGയുടെ EVM ഗ്രൂപ്പിന്റെ ഒരു സാധനമാണല്ലോ കോസ്റ്റ് ലൈൻ ഗറാജസ്. പക്ഷേ ഞാൻ അത്ര ഹാപ്പി അല്ല. ആണോ? എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നാണോ അതോ എന്താണ്? പല കാര്യങ്ങളും ഉണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് സർവീസിലേക്ക് വിളിക്കുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തോ നമ്മൾ ചോദിച്ചേക്കുന്നതല്ലേ, അതേപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് കിട്ടുന്നത്. അത് ഫോൺ എടുക്കുന്ന പെങ്കൊച്ചാണേലും ആരാണേലും. ഫസ്റ്റ് സർവീസ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അവർ വണ്ടി കൊണ്ടുപോയി സാധനം തിരിച്ചു വന്നു. എന്തോ ആ ഡെലിവറി ചാർജ് മാത്രമേ ഉണ്ടായുള്ളൂ, എന്തോ 200 രൂപ അങ്ങനെ എന്തോ ഉണ്ടായതുള്ളൂ. സെക്കൻഡ് സർവീസിന് ഞാൻ വണ്ടി കൊടുത്തപ്പോൾ വണ്ടിക്ക് MGയുടെ തന്നെ ഡാഷ് ക്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനകത്ത് കാണാൻ പറ്റില്ല, അത് പറഞ്ഞിരിക്കുക. അത് റീപൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഈ വൈപ്പ് ചെയ്യുന്നതിൻ്റെ പൊക്കത്താണ് വെച്ചത് ആദ്യം. അപ്പം അത് റീപൊസിഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്യാൻ വേണ്ടി മാത്രം അവർ 2 ദിവസം എടുത്തെന്ന് തോന്നുന്നു. അത് ചെയ്തിട്ടുണ്ടെന്ന് പറയാനായിട്ട്. ഞാനൊരു ദിവസം അടുത്ത ദിവസമായിരുന്നു അപ്പോയിൻമെൻറ്റ്. തലേദിവസം രാത്രി കൊണ്ടിട്ടു. അവർ വൈകുന്നേരം വിളിച്ചു പറഞ്ഞു സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ക്യാമറയുടെ മാത്രം ചെയ്താൽ മതിയെന്ന്. അപ്പം ഞാൻ ആ സമയത്ത് വേറെ കുറേ ഓട്ടങ്ങൾ മെൽബണിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളും ഞാൻ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. 2 ദിവസം പിന്നെ കോളൊന്നും ഉണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് സാറേ ഡാഷ് ക്യാം റീപൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു 2 ദിവസം എടുത്തു ചെയ്യാനായിട്ട്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ അവിടെയായിരുന്നു. അപ്പോൾ ഫാദർ വണ്ടിയായിട്ട് ഹീസ് ജസ്റ്റ് ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. ഈ സ്ക്രീനിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഹോം ചാർജറിൽ ഇവിടെ ചാർജിങ് ടീം എക്സിക്കോമിൻ്റെ ആണ്. അപ്പോൾ അവരൊരു QR കോഡ്, ഒരു ടാഗ് തന്നിട്ടുണ്ട് മറ്റേ ടാപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ RFID. ഈ സാധനം ചാർജ് ആവുന്നില്ല. സോ നമ്മൾ വിചാരിക്കുന്നത് ഒന്നെങ്കിൽ ചാർജറിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഈ വോട്ടെവർ പോർട്ടിൻ്റെ ഇഷ്യൂ. അപ്പോൾ നമ്മൾ അമ്മയായിരുന്നു വിളിച്ചത്. കസ്റ്റമർ കെയറിലേക്ക് രജിസ്റ്റേർഡ് നമ്പർ വഴി വിളിക്കണം, അല്ലെങ്കിൽ സർവീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ചാർജിങ് ടീമാണല്ലോ, അപ്പോൾ അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു.
ഐ തിങ്ക് നെക്സ്റ്റ് ഡേ കോൾ വന്നു. പക്ഷെ വിളിച്ചത് ഹിന്ദിയിൽ സംസാരിക്കുന്നത്. അപ്പൊ അപ്പയ്ക്ക് ഹിന്ദി ഭാഷയില്ല. അപ്പൊ അവര് തിരിച്ചു. ബട്ട് ഇവിടെ നിന്ന് ആരും അങ്ങനെ വിളിച്ചില്ല. അത് കഴിഞ്ഞു. പിന്നെ കോളൊന്നും വന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് മറ്റേ ഇവിടുത്തെ സർവീസ് മാനേജറിന് ആക്ച്വലി ലെങ്തി പ്രോസസ് ആയിരുന്നു. ഒരാഴ്ച ഇരുന്നു വണ്ടി വീട്ടില്. കാരണം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിലെ ചാർജറാണ്. പുറത്തോണ്ട് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. പക്ഷെ മറ്റേ ക്യാപ്ചർ അപ്പോഴേക്കും ഉള്ളത് കൊണ്ട് അത് പ്രയോറിറ്റി അല്ലെന്ന്. ബട്ട് അതല്ലായിരുന്നെങ്കിൽ ഉള്ള സിറ്റുവേഷനിൽ അതൊരു പ്രശ്നമായേനെ. ബട്ട് ഇൻ ദി എൻഡ് എന്തായിരുന്നു, സർവീസ് മാനേജറെ കണക്ട് ചെയ്ത് കംപ്ലൈന്റ് എല്ലാം രജിസ്റ്റർ ചെയ്ത് കുറേ കോള് ആ ഒരു 1 വീക്കിനുള്ളിൽ ചെയ്തിട്ട് ഒരാൾ വന്ന് സാധനം നോക്കിയിട്ട് പറഞ്ഞു ഈ RFIDയുടെ പൊക്കത്ത് ഒരു QR കോഡ് ഉണ്ട്, അത് മാഞ്ഞു പോയതാ പ്രശ്നം. അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്നും മങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് എടുത്തില്ല. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, സോ അത് ഉപയോഗിക്കണ്ട, ആപ്പ് വഴി ഫോണിൽ കൂടെ. ഇത് നമ്മളോട് പറഞ്ഞിട്ടില്ല, ഇത് പറയേണ്ട നമുക്ക് അറിയത്തില്ല. പിന്നെ ഇതിന്റെ പുറകില് ഇതിനെ മാത്രം കോൾസും കാര്യങ്ങളെല്ലാം നടക്കി ഓൾമോസ്റ്റ് 1 വീക്കോളം നടന്നിട്ടാണ് ഇതെല്ലാം. പ്രത്യേകിച്ച് ഹ്യുണ്ടായൊക്കെ ഉപയോഗിച്ച ആളെ സംബന്ധിച്ച് ഹ്യുണ്ടായിലൊക്കെ എത്ര സർവീസ് പോപ്പുലർ ഹ്യുണ്ടായി. കാരണം അവിടുത്തെ സർവീസ് നമുക്ക് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ബ്രാൻഡ്സ് എല്ലാം. അതാണ് നമുക്ക് നമുക്ക് അതൊക്കെ ഉപയോഗിക്കാനുള്ള പ്രശ്നം അതാ. അപ്പൊ എന്തായാലും നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ കോസ്റ്റൽ ഗാരേജിലൊക്കെ ഉള്ളത്. എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇത്തരം ഫീഡ്ബാക്കുകൾ ഉണ്ടാകാൻ പാടില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കോമന്റ് ഉണ്ട്, ഞാൻ അവിടെ കൊടുക്കുന്നു. പക്ഷേ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇഷ്യൂസ് ഫേസ് ചെയ്യാറില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം ഒരു ഗംഭീര വണ്ടിയാണ് MG നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് സർവീസിൻ്റെ പ്രശ്നം കൊണ്ട് പിന്നിലേക്ക് പോകരുത്. അപ്പോൾ എന്തായാലും എനിക്ക് കോസ്റ്റൽ ഗാരേജിൽ എടുത്ത് പറയേണ്ട ഒരാളുടെ സെയിൽസിൽ അലൻ എന്താ പറയാ, ഒരു കസ്റ്റമറായിട്ടല്ല പുള്ളിയുടെ ക്ലയൻസിനെ കാണണമെന്ന് തോന്നുന്നു. കാരണം നമ്മളായിട്ടൊക്കെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. ഈ പറഞ്ഞ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് ആ കോൾ സെന്ററിന്റെ കോള് വന്നത് അമ്മ വിളിച്ചിട്ടല്ല, വൈദവേ അമ്മ വിളിച്ചിട്ട് കോള് കണക്ട് ആവുണ്ടായില്ല. ഒരു പർട്ടിക്കുലർ മൂമെന്റ് കഴിഞ്ഞിട്ട് കോൾ ഡ്രോപ്പ് ആയിക്കൊണ്ടിരുന്നു. അലനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവനാണ് ചാറ്റ് വഴി ഇത് ചെയ്യുന്നത്. ആക്ച്വലി അവന് ചെയ്യേണ്ട കാര്യമില്ല, അവൻ സെയിൽസിലാണ്. സർവീസിൽ വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല, ബട്ട് ഹി ഡിഡ് ഇറ്റ് ഫോർ മീ. അപ്പൊ അവൻ ആക്ച്വലി അപ്രിസിയേഷൻ കൊടുക്കേണ്ടത് അത് എന്തായാലും തന്നിരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പം പറഞ്ഞ ഇഷ്യൂ, അതായത് 25-30 ആ കിലോവാട്ടിന്റെ ചാർജസിൽ ചാർജ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വിൻസോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കതും ഇപ്പോൾ കമ്പനി ഒന്ന് അറിയട്ടെ എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ബാക്കി എല്ലാ കാര്യത്തിലും ഹാപ്പിയാണ്. ഒരാൾ വിൻസർ വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഓക്കെ എന്ന് പറയും, ഞാൻ ഓക്കെ എന്ന് പറയും. ഇത് മേടിക്കണ്ട, മറ്റേ പ്രോ വാങ്ങിക്കണം, റേഞ്ച് ഉള്ളത് വാങ്ങിക്കാം. ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 വീക്സിനുള്ളിൽ അപ്പൊ അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ആക്ച്വലി ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ഈസിലി 2 ഫീച്ചേഴ്സ് ഉണ്ട്. ആക്ച്വലി അതിന് പ്രൊവിഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ചെയ്യാവുന്ന കേസാണ്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഇല്ല, ആ ഒരു 360 ക്യാമറയും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കില് മറ്റേ റിയർ വ്യൂ മിറർ, മിററാണ് ആക്ച്വലി. ക്യാമറയ്ക്കുള്ള സ്ലോട്ട് ഉണ്ട് പുറയില്, അവരുടെ സ്പോയിലറിന്റെ അടിയിലായിട്ട് ഒരു സ്പോട്ട് ഉണ്ട്. അതും കൊടുത്തിട്ട് ഐ മീൻ ഇറ്റ്സ് ആൻ ആഡഡ് ഓപ്ഷൻ. അത് ആക്സസറി ആയിട്ടെങ്കിലും കൊടുക്കാറ്. ഇപ്പൊ ഇത് എമർജൻസി ആയിട്ട് വന്നതാ. ഞാൻ ഒരു 1 വീക്ക് കൂടെ ഉണ്ട്. അപ്പോൾ വീണ്ടും വരുമ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു എൻഫീൽഡ് ബുള്ളറ്റ് 350യുടെ ഉടമയാണ്. നമസ്കാരം. ഈ പേര്? മനു. എന്ത് ചെയ്യുന്നു മനു? ഞാനിവിടെ ഒരു സ്റ്റുഡിയോയിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് കല്യാണം, വീഡിയോ, എല്ലാം ഉണ്ട്, ഇവന്റും എല്ലാ പരിപാടിയും ചെയ്യും. അപ്പോൾ അത് വീഡിയോയും ഉണ്ട്, സ്റ്റില്ലും ഒക്കെ ചെയ്യും? എല്ലാം ഉണ്ട്. ഏതാ സ്ഥാപനത്തിന്റെ പേര്? ആർട്ട് ഓഫ് ഫോക്കസ്. നമ്മുടെ കടവന്ത്ര തന്നെയാണ് സ്ഥാപനം വരുന്നത്. എവിടെയാ നാട്? അടിമാലി. അടിമാലി, ഇടുക്കിക്കാരനാണ്. അപ്പോൾ ഈ ഒരു പ്രായം വെച്ചിട്ട്, ഈ ഒരു ജോലിയൊക്കെ വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു യുവത്വമുള്ള ബൈക്ക് വാങ്ങിക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും പഴയ രീതിയിലുള്ള ഈ ഒരു വാഹനത്തിലേക്ക് പോയത്? കാരണം അത് പുതിയതാണ് കേട്ടോ, ഇപ്പോഴും നമ്പറൊന്നും ആയിട്ടില്ല. അതെ, എനിക്ക് പണ്ട് തൊട്ടേ ബുള്ളറ്റിനോടൊരു ഇഷ്ടമുണ്ട്. ചെറുപ്പം മുതലേ ബുള്ളറ്റ് മനസ്സിൽ കയറി പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല
ഞാൻ ഇതിനു മുമ്പ് ഓടിച്ചിരുന്ന NSന്റെ ബജാജ് NS എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ച് കൊതിയൊക്കെ തീർത്ത്. അപ്പൊ ഇനി സാവധാനത്തിൽ പോയാൽ മതി, ഒന്ന് റൈഡിങ് ഒന്ന് എൻജോയ് ചെയ്ത് യാത്രകൾ ചെയ്യാം എന്ന് ആലോചിച്ചു. അങ്ങനെ സെലക്ട് ചെയ്തെടുത്ത വണ്ടിയാണ്. മറ്റേ ഇടുക്കിയിലൂടെ പടപടപെട്ടാന്ന് ശബ്ദം പോവാന്നുള്ളത്. പതുക്കെ ആ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഹാർട്ട് ബീറ്റ് സൗണ്ട്, ഇതിന്റെ ആ ഒരു മെയിൻ സൗണ്ട്. അത് എത്ര കാലം ഇപ്പൊ എടുത്തിട്ട്? ഒരു 1 month ആവും പോകുന്നു. 1 month ആവുന്നു. എങ്ങനെയുണ്ട് ഈ 1 month കമ്പയർ ടു ബജാജ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അയ്യോ ഭയങ്കര ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ്. ക്വാളിറ്റി തന്നെ ഉറപ്പായിട്ടും റോയൽ എൻഫീൽഡ് തന്നെ, ഉറപ്പായിട്ടും. കാരണം ഞാൻ എൻ്റെ മെയിൻ്റെനൻസ് ഒരുപാട് നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഓടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സ്ട്രോങ് ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എത്ര രൂപയായി ഓൺ റോഡ്? ഇപ്പൊ മൊത്തത്തിൽ 239 സംതിങ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ എക്സറൈസ് 239 വർത്താണോ വണ്ടി? എനിക്കിപ്പം അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ഞാൻ അങ്ങനെ അധികം നോക്കിയിട്ടില്ല. കാരണം ഡ്രീം ഇഷ്ടം അതൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ആണല്ലോ. അപ്പൊ എങ്കിൽ പോലും കുറച്ചുകൂടെ പവർഫുൾ ആണ്. കുറച്ചുകൂടെ ആക്സിലറേഷൻ ഒക്കെ ഉള്ള ഒരു വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ സിറ്റിയിൽ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു റൈഡ്? സിറ്റിയിൽ കുഴപ്പമില്ല, പക്ഷെ ഞാനിപ്പോൾ എടുത്ത് അധികം എക്സ്പീരിയൻസ് ആയി വരുന്നുള്ളൂ. എന്നാൽ കൂടി നമുക്ക് സാധാരണ ഒരു വണ്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ എപ്പോഴും ഷിഫ്റ്റ് ചെയ്ത് ബ്ലോക്കിലൊക്കെ ഓടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ലോങ് റൈഡിന് അടിപൊളിയാണ്. സിറ്റിയിൽ അത്ര ഇത് ഞാൻ പറയില്ല. പുറയിൽ ആരെങ്കിലും ഒക്കെ ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അവരുടെ അഭിപ്രായം എന്താണ്? ഹാപ്പിയാണ്. പുറയിലെ സീറ്റിംഗ് കപ്പാസിറ്റി, സീറ്റിംഗ് രീതി തന്നെ മാറിയിട്ടുണ്ട്. നല്ല കംഫർട്ട് ആയിട്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ അമ്മയും അവരൊക്കെ കയറുന്നതാണ്. അതൊക്കെ എല്ലാവരും തന്നെ ഹാപ്പിയാണ്, കുഴപ്പമില്ല. ഹീറ്റ് ഇഷ്യൂസ് ഉണ്ടോ? കുറെ ദൂരം അടിമാലി ഓടിച്ചു പോയോ? പിന്നെ ഞാനിപ്പോ ഒരു 3 പ്രാവശ്യം പോയി. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഇതൊക്കെ. ഹീറ്റിംഗ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അതായിരുന്നല്ലോ പണ്ടത്തെ ഒരു. അതെ, ഇടയ്ക്കൊരു കംപ്ലൈന്റ് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വൈബ്രേഷൻ അതുണ്ടോ ഇപ്പൊ? ഇല്ല, വൈബ്രേഷൻ പൂർണ്ണമായിട്ട് അത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മോഡൽ ശരിക്കും അത് മാറ്റിയിട്ടുണ്ട്. മൈലേജ് നോക്കിയോ? മൈലേജ് നോക്കി തുടങ്ങിയിട്ടില്ല, ആയി വരുന്നുള്ളൂ. ഞാൻ അപ്പൊ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ അതിനെന്ത് മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു ബജാജ് NS? 25 മാക്സിമം. അതിൽ കൂടുതൽ ഇത് കിട്ടാൻ സാധ്യത ഉറപ്പായിട്ടും. അതെനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ തന്നെ ഓടിക്കുമ്പോൾ അതിൽ കൂടുതൽ എന്തായാലും കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ കാലഘട്ടത്തിലേക്ക് ഇപ്പം ഹാർലി ഡേവിഡ്സൺ ആയാലും ട്രയംഫ് ആയാലും അതിന്റെ ഒക്കെ കുറച്ചുകൂടെ വില കുറഞ്ഞ മോഡലുകളൊക്കെ വന്നു. നോക്കിയില്ല? ഇല്ല. എന്റെ മനസ്സിൽ 2 ഓപ്ഷൻ ആയിരുന്നു. ഒന്നല്ലേ ഹിമാലയൻ, അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ്. വേറെ ഒന്നും ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ല. ട്രയംഫിന്റെ ഒക്കെ മറ്റേ 800 ടൈഗർ അതൊക്കെ മനസ്സിലുള്ള ഡ്രീം വണ്ടികളാണ്. അല്ലാതെ അത് താഴോട്ടുള്ളത് നോക്കിയിട്ടില്ല. പിന്നെ ഇത് മാത്രമാണ് ഇഷ്ടമുള്ളത് ഇപ്പൊ നിലവില്. ഇപ്പൊ ഇത്ര 1 മാസം ഓടിച്ചപ്പോൾ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? അതിന്റെ റൈഡിങ് കംഫർട്ട് തന്നെയാണ്. നമ്മൾ ആ ഒരു ഇതിന്റെ ഒരു ഹാർട്ട് ബീറ്റ് പണ്ട് തൊട്ടേ ഈ കമ്പനിയുടെ ഒരു ഇത് അത് വേറൊരു ഫീലാണ്. നമ്മളൊരു റൈഡ് പോകുമ്പോൾ അത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. മറ്റേത് നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിച്ചെങ്കിൽ കൈ കൊടുത്തങ്ങ് കയറി പോകാം, റൈഡ് എൻജോയ് ചെയ്യുന്നില്ല. ഇത് വളരെയധികം എൻജോയ് ചെയ്താൽ ഒരു ഹാപ്പിയാണ്. 1 മാസം ഓടിച്ചപ്പോൾ പോരായ്മ എന്തായിട്ടാ തോന്നിയത്? പോരായ്മ എന്ന് പറഞ്ഞാൽ സാറേ പറയാൻ പറ്റുമെന്നല്ല. ഇപ്പൊ ടാങ്ക് വളരെയധികം തൊട്ടാൽ മതി, ഭയങ്കരമായിട്ട് ജെർക്കിങ് ആവുന്നുണ്ട്. ഒരു പമ്പിൽ അവർ ആ കുറ്റി കൊണ്ട് വെക്കുമ്പോൾ പോലും പെട്ടെന്ന് സ്ട്രോങ് അല്ലാത്ത ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് അതിപ്പോ പിടിപ്പിച്ച് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നറിയില്ല. സർവീസിൽ പറഞ്ഞിട്ടില്ല, പറയണത്. മറ്റു വണ്ടികളുടെ വല്ലതും നോക്കിയായിരുന്നോ? നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. അത് മാത്രമേ ഇതുള്ളൂ. ഞാൻ കയറുമ്പോൾ പോലും ഇരിക്കുമ്പോൾ പോലും അത് പെട്ടെന്ന് അനങ്ങുന്ന പോലത്തെ ഫീൽ വരുന്നുണ്ട്. അതിന് വല്ല ഒരു സേഫ്റ്റി സാധനം വല്ലതും ആണോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ആണല്ലേ? അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ അത് സംഭവം. ഞാൻ അതെല്ലാമാണെന്ന് അറിഞ്ഞൂടാ. അതെ. എന്തായാലും പഴയ കാലഘട്ടത്തിൽ ഓർമ്മയുണ്ടല്ലോ, പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്നും വർക്ക്ഷോപ്പിലായിരിക്കും എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എപ്പോഴും വൈബ്രേഷൻ, പിന്നെ ഹീറ്റ്, ഇത്ര ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 4-5 വർഷം മുമ്പ് വന്ന വണ്ടികളോടുകൂടി എല്ലാം പക്കയായി മാറി അല്ലേ? തീർച്ചയായിട്ടും. 2 വർഷം മുമ്പുള്ള വണ്ടികളൊക്കെ എല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോ ആദ്യം അങ്ങനെ ചോദ്യം ചോദിച്ചെങ്കിലും ചെറുപ്പക്കാരുടെ പോലും മനസ്സിലെ വലിയൊരു ആഗ്രഹം തന്നെയാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും. എന്റെ പല ഫ്രണ്ട്സും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പലരും ഇത് ചോദിക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ചോദിക്കും. അപ്പോൾ എന്തായാലും ഇടുക്കിക്കും പറ്റിയ വണ്ടി തന്നെയാണ്. എവിടെ കയറിപ്പോക്കോളും. വലിയ പറപ്പിച്ചൊന്നും അല്ലെങ്കിലും സാധനം കയറ്റം കയറുമ്പോൾ നല്ല പവറാട്ടോ. ഞാൻ അവിടെ നല്ല കയറ്റം കയറുന്നുണ്ട്. അത്യാവശ്യം ഒന്നും അറിയണല്ലോ, പുള്ളി കൂളായിട്ട് തന്നെ കയറി പോകുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് വന്നത്. അപ്പം സേഫ് ഡ്രൈവിംഗ് റൈഡിംഗ് ആശംസിക്കുന്നു. വണ്ടി അല്ല നമ്പർ എന്തെങ്കിലും പ്രത്യേകം വെയിറ്റ് ചെയ്യണോ? നമ്പർ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇതിപ്പം ശരിക്കും പറഞ്ഞ റൂൾസ് വന്നിട്ടുണ്ട് പോലീസിന്റെ. നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ അതിന്റെ നമ്പർ എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വെയിറ്റിംഗ് പീരീഡിലാണ്. ഇപ്പൊ ഒരു നമ്പർ വേറെ വരുന്നുണ്ട്, ബുക്ക് ചെയ്തേക്കുവാണ്. അത് ശരി, ഓക്കെ സാർ.
അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വാഹനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും പറഞ്ഞിരുന്നു. എല്ലാവരും അത് ഗൗരവമായി തന്നെ പരിഗണിക്കണം. കാരണം ഞാൻ തന്നെ പലപ്പോഴും ഇത്തരം സഹായ അഭ്യർത്ഥനകൾ കാണാറുണ്ട്, എനിക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കാറുമുണ്ട്. പക്ഷേ എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ റൗണ്ട് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.